ടോട്ടെക്സ് അതുപോലെ ക്യാപെക്സിനെ കുറിച്ച് നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റ് ചെയ്തൊരു പബ്ലിക് അവയർനെസ് ഉണ്ടാക്കാനും, അല്ല ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എന്താണ് ടോട്ടെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും, ടോട്ടെക്സിന്റെ ഇമ്പാക്ട് കൺസ്യൂമറിലേക്ക് വരുമ്പോൾ എന്താണെന്നുള്ള പലർക്കും മനസ്സിലായിട്ടില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾ ഏതാനും കൺസ്യൂമർ വരില്ല ഒന്ന് ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ ആവശ്യമുണ്ട്. ക്യാപെക്സിനേക്കാളും നെറ്റ് പേയ്മെന്റ് ഫ്രം കൺസ്യൂമർ വളരെ കൂടുതലായിരിക്കും ടോട്ടെക്സ് എന്നുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ. അത് പൊതുജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. പൊതുജനങ്ങളല്ല, ഇവിടെ പങ്കെടുത്തവരെല്ലാവരും തന്നെ അനുഭവപരിചയമുള്ളവരും ടെക്നിക്കൽ എക്സ്പേർട്സും ഉണ്ട്. അതെ, അത് ഒരു ഭാഗം. രണ്ട്, ഈ കേന്ദ്ര ഗവൺമെന്റ് ഓരോ മിനിസ്ട്രി മാറുമ്പോഴും മിനിസ്റ്റേഴ്സ് വരുമ്പോഴും അവരുടെ അടുത്ത് ഫീഡ് ചെയ്യുന്നതിനനുസരിച്ച് ചില ഡിക്ലറേഷൻസ് നടത്തും. അതിനെ പോളിസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ വരുംവരായികളെ കുറിച്ച് പലപ്പോഴും അവർ ചിന്തിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ ലൈസൺ ഓഫീസ് അവിടുത്തെ പോളിസികൾ, അവിടുത്തെ സീനിയർ ഓഫീസേഴ്സൊക്കെ ആയിട്ടും അവരുടെ ട്രെൻഡ് എന്താണെന്നൊക്കെ ഒന്ന് അറിയാൻ ശ്രമിക്കണം. ഏതായാലും നിങ്ങൾ കൊടുത്ത പ്രപ്പോസല്, ക്യാപെക്സ് പ്രപ്പോസൽ കൊടുത്തതിനെ അംഗീകരിച്ചു തന്നല്ലോ. പക്ഷെ അതിന്റെ വരുംവരായികൾ എന്താണെന്നുള്ള ഇമ്പാക്ട് എന്തായിരിക്കും എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ അടുത്തൊരു ചോദ്യം, ഈ 4, 5, 6 കമ്പനികളിൽ കൂടുതൽ ഇന്ത്യയിലില്ല ഇപ്പോൾ സ്മാർട്ട് മീറ്ററിന്റെ പ്രൂവൺ ടെക്നോളജി ഉള്ളവർ, അല്ലെ പ്രൂവൺ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളവർ. അവരൊക്കെ വലിയ റേറ്റ് കോട്ട് ചെയ്യാനായി കാത്തിരിക്കുന്നത്, വലിയ റേറ്റ് കോട്ട് ചെയ്യാനായിട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ടെൻഡറിലൂടെ ഇവർ ഒരുമിച്ച് നിന്നാൽ നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടാവണമെന്നില്ല. ഞാനതുകൊണ്ടാണ് ഈ ഡോണിയുടെ അടുത്തൊക്കെ ചോദിച്ചത്, നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരും കുറച്ച് സ്റ്റാർട്ടപ്പ് കുട്ടികളും മുതിർന്നവരൊക്കെ കൂടിക്കഴിഞ്ഞാൽ സ്മാർട്ട് മീറ്റർ ഉണ്ടാക്കുന്ന എന്നുവെച്ചാൽ ഇലക്ട്രോണിക് മീറ്റർ ഇവിടെ ഉണ്ട്, അതിനകത്ത് വേണ്ട കൺവേർഷൻ വരുത്തിയോ അല്ലാതെയൊക്കെയുള്ള ഒരു റീ എഞ്ചിനീയറിംഗ് നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചത് ഗൗരവമായിട്ടാണ്. ഇന്നലെ റെഗുലേറ്ററി കമ്മീഷൻ നടത്തിയ പൊതു തെളിവെടുപ്പിൽ ഏകദേശം തീരാറായപ്പോൾ ബഹുമാനപ്പെട്ട കമ്മീഷൻ KSEB ഉദ്യോഗസ്ഥരോട് പറഞ്ഞ കമൻസാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കേട്ടത്. ആ പറഞ്ഞ അഭിപ്രായത്തിൽ എത്രമാത്രം നിഷ്പക്ഷതയുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ത്രൂ ഔട്ട് ആ മീറ്റിങ്ങിൽ ഞാനും ഹാജരാവുകയുണ്ടായി. പക്ഷെ മനസ്സിൽ ഏകദേശം ഒരു തീരുമാനമായി. അതായത് ഈ റെഗുലേറ്ററി കമ്മീഷൻ്റെ ഹിയറിങ്ങിൽ എന്തിനാണ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്നത്? അറ്റൻഡ് ചെയ്തുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അവർക്ക് അവരുടേതായ പ്രീ റിട്ടൺ ആയിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. അതിനെതിരായിട്ട് നമ്മൾ എത്ര പഠിച്ച് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്താലും നോ യൂസ്. ഇതെൻ്റെ മാത്രം അഭിപ്രായമല്ല. നിങ്ങൾ ഏകദേശം ഒരു 5 വർഷം 10 വർഷം കാലത്തിലുള്ള ബന്ധപ്പെട്ട ഉത്തരവുകൾ നിങ്ങൾ പരിശോധിക്കുക. അതിലെ പൊതുജനങ്ങളിൽ നിന്നും ഹാജരായിട്ടുള്ള പലരുടെയും അഭിപ്രായം ഇതുതന്നെയാണ്. ഇത് വെറുതെ ഒരു പ്രഹസനം ആണെന്ന് ഏകദേശം ഉറപ്പിക്കാം. എന്നെപ്പോലെയുള്ള ധാരാളം പേര് ഈ സ്മാർട്ട് മീറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും പഠിച്ചിട്ടാണ് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തത്. കാരണം ഇതൊന്നും നമുക്കറിയുന്ന വിഷയങ്ങളല്ല. കേന്ദ്രത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ വായിച്ചു, പലരും ട്രെയിനിങ് തന്നു. ഞങ്ങളുടെ പ്രസൻസ് കൊണ്ട് തന്നെ ഒരു പ്രഹസനമായി, വെറും ഒരു പ്രഹസനമായി മാറേണ്ടിയിരുന്ന ആ ഒരു മീറ്റിംഗ് ഒരു 10-20 ഓൺലൈൻ ആൾക്കാരും ഒരു 4 പേര് നേരിട്ടും അറ്റൻഡ് ചെയ്യുകയുണ്ടായി. ഈ പറഞ്ഞതിലെ 95% ആൾക്കാർ കേരള ഡൊമസ്റ്റിക് സോളാർ പ്രൊസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പം ഇവിടെ ഞാൻ കാണിച്ച വീഡിയോയിൽ ബഹുമാനപ്പെട്ട കമ്മീഷൻ KSEB ഉദ്യോഗസ്ഥരോട് പറയുന്നത്, നിങ്ങൾ സ്മാർട്ട് മീറ്റർ സംബന്ധിച്ച് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തണം. എന്ത് ബോധ്യപ്പെടുത്തണമെന്നാണ് പറഞ്ഞത്? ടോട്ടെക്സും ക്യാപെക്സുമായുള്ള വ്യത്യാസത്തിൽ ക്യാപെക്സിനെ പറ്റി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. കാരണം അതിലെ നെറ്റ് പേയ്മെൻറ്റ് ബൈ എ കൺസ്യൂമർ അത് വളരെ കുറവാണ് എന്നുള്ളത്. ഞാൻ എൻ്റേതായ ഒരു സംശയം ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന സ്ക്രീനിലുള്ളത് ഇവർ മിനിഞ്ഞാന്ന് സബ്മിറ്റ് ചെയ്ത DPR ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടിലെ പേജാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ക്യാപെക്സിൽ നടപ്പാക്കുമ്പോഴുള്ള മൊത്തം ചിലവാണ്. ഏതാണ്ട് 3 ലക്ഷം മീറ്ററുകൾ ക്യാപെക്സിൽ നടപ്പാക്കുന്ന ഓരോ ചിലവുകളിലൂടെ പറയുകയാണ്. സ്മാർട്ട് മീറ്റർ കോസ്റ്റ് ഈ എമൗണ്ട് ആണ്. അടുത്തത് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഇതുണ്ട്. അങ്ങനെ ഓരോ എക്സ്പെൻസുകളും അവർ ആ DPRൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം കൂടി കണക്കൂട്ടി എടുത്താൽ പാക്കേജ് 1 മൊത്തം 211 കോടിയാണ്. കാൽക്കുലേഷനൊക്കെ ഞാൻ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. എങ്ങും കള്ളത്തരമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഈ പാക്കേജ് 1ഉം
പാക്കേജ് 2ഉം. ഇതാണ് പാക്കേജ് 2. പാക്കേജ് 2-ൽ 66 കോടി വരുന്നുണ്ട്. അങ്ങനെ നേരത്തെ പറഞ്ഞ എമൗണ്ട് ഇതും കൂടെ കൂട്ടുമ്പോൾ മൊത്തം 277 കോടി വരുന്നു. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം, O&M ചാർജസ് അറ്റ് ദ റേറ്റ് ഓഫ് 5.5% ഓഫ് കാപ്പെക്സ് കോസ്റ്റ് പെർ ആനം. അത് 11 കോടി പെർ ആനമാണ്. 1 ഇയറിന് 11 രൂപയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ എമൗണ്ടിൻ്റെ കൂടെ കൂട്ടുമ്പോൾ 211 കോടി കിട്ടുന്നു. പിന്നെ താഴോട്ട് നോക്കിയാൽ പാക്കേജ് 2 ഈ ഡീറ്റെയിൽസ് ഉണ്ട്. അതിന് 66 കോടി വരും. അതും നേരത്തെ പറഞ്ഞ 211 കൂടെ കൂട്ടുമ്പോൾ 270 കോടി. പിന്നെ ഇതിൽ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്ന ഇയർ വൈസ് ഔട്ട്ലേ ദ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ പീരീഡ് ഈസ് 12 months to 18 months. അതായത് 12 മുതൽ 18 മാസം വരെ ആണ് ഉദ്ദേശിക്കുന്നത്. അതിലെ O&M സർവീസസ് ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ 1 വർഷം കൂടാതെ 6 വർഷവും കൂടി കൊടുക്കണം. അങ്ങനെ മൊത്തം 7 വർഷവും. അപ്പോൾ ആ എമൗണ്ടും കൂടി ഈ 270ൻ്റെ കൂടെ കൂട്ടുമ്പോൾ 343 കോടിയാവും. അപ്പോൾ 343 കോടി എന്ന് പറയുന്നത് മൊത്തം 3 ലക്ഷം മീറ്ററിനാണ്. അത് 7 വർഷത്തേക്കാണ്. ഇത് വെച്ച് നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുക. അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു മാസം 136 രൂപ 1 മീറ്ററിന് വരും. ഇത് ടോട്ടക്സ് മാതൃകയിൽ സെൻട്രൽ ഗവൺമെൻറ് സാങ്ഷൻ കൊടുത്ത ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് അവരുടെ റിവൈസ്ഡ് പെറ്റീഷനിൽ നിന്നും എടുത്ത പേജാണ്, ടേബിൾ 3.5. ഇത് സെൻട്രൽ ഗവൺമെൻറ് സാങ്ഷൻ കൊടുത്തതാണ്. സാങ്ഷൻ കൊടുത്ത മൊത്തം മീറ്റർ ഇതാണ്. അതിന് ടോട്ടൽ എമൗണ്ട് ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം കൃത്യമായിട്ട് തെളിവ് സഹിതം ആണ് ഞാൻ തരുന്നത്. അപ്പോൾ ഈ എമൗണ്ട്, ഇത്രയും മീറ്ററുകൾ, ഇത് ടോട്ടൽ എമൗണ്ട് ഇൻ ക്രോർസ് ആണ്. അത് മൊത്തം പീരീഡ് 10 വർഷമാണ്. അങ്ങനെ നിങ്ങളതിനെ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ ഒരു കൺസ്യൂമറിന് വരുന്ന മന്ത്ലി എക്സ്പെൻസ് എന്ന് പറഞ്ഞത് 51 രൂപയാണ്. ഈ എമൗണ്ടാണ് ഒരു കൺസ്യൂമറിന് വരുന്ന നെറ്റ് എമൗണ്ട് പേയബിൾ ആയിട്ടുള്ളത് കൂടുതലാണെന്ന് അവിടെ ആ വീഡിയോയിൽ ഒരു കമൻറ്റ് കേട്ടത്. ഏതിന്? ടോട്ടക്സിന് കൂടുതലാണെന്ന് ആ വീഡിയോയിലൊരു കമൻറ്റ് കേട്ടത്. ഞാൻ എൻ്റേതായ സംശയം, ഞാൻ കണക്ക് പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമാണ്, എനിക്ക് കിട്ടിയ രേഖകൾ സഹിതമാണ് ഞാനിത് കാണിക്കുന്നത്. ഇതിനുപരി ഞാൻ മറ്റൊരു രേഖയും കൂടെ പുറകാലം ഞാൻ കാണിക്കാം. മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ടോട്ടക്സ് നടപ്പാക്കിയതിൽ മന്ത്ലി വന്നിട്ടുള്ള ഒരു കൺസ്യൂമറിന് വന്നിട്ടുള്ള എക്സ്പെൻസ് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം നിങ്ങളെ. അത് ബില്ല് സഹിതം ഞാൻ കാണിക്കാം. അപ്പോൾ ഇവിടെ 136 രൂപ കാപ്പെക്സിൽ നടപ്പാക്കുകയാണെങ്കിൽ ഒരു കൺസ്യൂമർ അത്രയും വരും. ടോട്ടക്സിലാണെങ്കിൽ 51 രൂപ. 51 പോയിട്ട് ഒരു 60 ആയിക്കോട്ടെ, 70 ആയിക്കോട്ടെ, 80 ആയിക്കോട്ടെ, അല്ലെങ്കിൽ 100 ആയിക്കോട്ടെ. എങ്ങനെ നോക്കിയാലും ടോട്ടക്സ് ആണ് ബെറ്റർ എന്നുള്ളത് വ്യക്തമാവുകയാണത്. ഞാൻ ടോട്ടക്സിൻ്റെ ഏജൻ്റ് അല്ല, ഞാൻ കാപ്പെക്സിൻ്റെ ഏജൻ്റ് അല്ല. ഏത് വിധേന ഇവിടെ നടപ്പാക്കിയാലും നമുക്ക് യാതൊരു വിഷമവുമില്ല. എങ്ങനെയെങ്കിലും ഇത് നടപ്പായി കിട്ടിയാൽ മതി. കാരണം നമ്മുടെ നാട് പിന്നിലേക്ക് തള്ളിപ്പോകരുത്. ഇതാണ് എൻ്റെയും ഉദ്ദേശം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ഇനിയും ഞങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കും. ഞങ്ങൾ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രഹസനമാണെന്നുള്ളതിന് ഉപരിയായിട്ട് ഞങ്ങൾ അവിടെ കണ്ട 2 സീനിയേഴ്സ്, ഒരു ലതാ മാഡവും ഒരു രാജൻ സാറും ഉണ്ടായിരുന്നു. ബാക്കി സീനിയേഴ്സായിട്ട് അവിടെ ആരെയും കണ്ടില്ല. ഈ കാപ്പെക്സ് അല്ലെങ്കിൽ സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും അവിടെ അറ്റൻഡ് ചെയ്തതെല്ലാം ജൂനിയേഴ്സാണ്. AXC ലെവലിലുള്ള കുറച്ച് പെൺകുട്ടികളാണ് അവിടെ അറ്റൻഡ് ചെയ്തത്. ഒരു റെഗുലേറ്ററി കമ്മീഷൻ നടത്തുന്ന മീറ്റിംഗാണ്. അറ്റ്ലീസ്റ്റ് ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു ചീഫ് എഞ്ചിനീയർ ലെവലിലുള്ള ഒരാളെങ്കിലും ആണ് അവിടെ ഹാജരാകേണ്ടിയിരുന്നത്. ഇത് അവർക്കൊന്നും വന്ന് ഇത് അറ്റൻഡ് ചെയ്ത് ടെൻഷൻ അടിക്കാൻ വയ്യ. അതുകൊണ്ട് കൊച്ചു കുട്ടികളെ ഇതിനായിട്ട് വിടുകയായിരുന്നു. എനിവേ, ഞാൻ പറഞ്ഞതുപോലെ ഒരു സന്തോഷമുണ്ട്. മൊത്തമായിട്ടും ആ ഹിയറിംഗ് വളരെ ക്രിയേറ്റീവായിരുന്നു. ഓൺലി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ടെക്നിക്കൽ എക്സ്പേർട്സ് ഫ്രം പബ്ലിക്. അത് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ വന്ന ഒരു റിസൾട്ടാണെന്ന് വിശ്വസിക്കുന്നു. ജനകീയ സഭ ഇതിനുവേണ്ടി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഗിൾ മീറ്റാണ്. ഇന്ന് വൈകിട്ട് 8 മണിക്ക് ജനകീയ സഭ 3 ഉണ്ട്. അതിൽ ഈ പറഞ്ഞ സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെൻറ്റേഷൻ്റെ ആവശ്യകത അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഇന്ന് വൈകിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും അതിനും കൂടി ക്ഷണിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ 2 ഡോക്യുമെൻറ്റ്സ്, ഒന്ന് റിവൈസ്ഡ് പെറ്റീഷൻ, 2 DPR, ഇത് രണ്ടും യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. കൂടാതെ ഇന്ന് വൈകിട്ട് നടക്കുന്ന മീറ്റിങ്ങിൻ്റെ ലിങ്കും യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഇതാണ്
എനിക്കിന്ന് തരുവാനുള്ള ഇൻഫർമേഷൻ. ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം. ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു. താങ്ക് യു.